മരിച്ചവർക്ക് ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർ സ്വപ്നത്തിൽ വന്ന് ഭയപ്പെടുത്തുന്നു. ഫാത്തിഹ ഓതുക എന്നത് മരണപ്പെട്ട മയ്യത്തിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഫാത്തിഹ ഓതിയില്ല എന്ന് കരുതിയിട്ട് ഒരു റൂഹും ഉറക്കത്തിൽ വന്ന് ഭയപ്പെടുത്തുകയോ പേടിപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അതുപോലെയാണ് മരിച്ചവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാമോ? അതടുത്ത ചോദ്യം അല്ലേ. മരിച്ചവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാമോ? ശരപരമായിട്ട് അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, തടസ്സവുമില്ല. പക്ഷേ അതിലൊന്ന് രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുക. അപ്പോൾ റൂഹാനി, മരിച്ചവരുടെ ആത്മാക്കൾ നമ്മെ ശല്യം ചെയ്യുമോ എന്നുള്ളതാണ് ഇതിൻ്റെ കാതലായ ഭാഗം. മരിച്ചവരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ റൂഹ് നല്ല റൂഹാണെങ്കിൽ എല്ലിയീനിലും, മോശ ആത്മാവാണെങ്കിൽ സിജ്ജീനിലേക്കുമാണ് അല്ലാഹു തആല അതിനെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോശമാത്മാക്കളെ അവിടെ ബന്ധിപ്പിച്ച് തന്നെ ഇടും. നല്ലവരുടെ ആത്മാക്കൾക്ക് യഥേഷ്ടം പുറത്ത് സഞ്ചരിക്കാനും ഒക്കെയുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരുടെ, ഔലിയാക്കന്മാരുടെ അർവാഹുകൾ നമ്മെ സഹായിക്കുന്നതും നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ എത്തുന്നതും. അപ്പം ഇങ്ങനെ ഈ അർവാഹു, ഈ റൂഹാനി ഇത് വന്ന് ഉറക്കത്തിൽ ശല്യപ്പെടുത്തുമോ എന്നാണ്. അതൊരിക്കലും സംഭവിക്കൂല. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യനോടൊപ്പം ഒരു മലക്കിനെയും ഒരു ശൈത്താനെയും സൃഷ്ടിക്കും. മലക്ക് ശുദ്ധമായ പ്രകൃതമായതുകൊണ്ട് ആ മനുഷ്യൻ്റെ മരണത്തോടുകൂടെ അത് മറ്റു മലക്കുകളോടൊപ്പം ചേർന്ന് അങ്ങനെ പോവും. പിശാജ് ബാക്കിയാവും. ഈ പിശാജ് വീണ്ടും കുറേ കാലം ഇവിടെയൊക്കെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകൾ, വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ നാളുണ്ടാവും. അത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഭയപ്പാടുള്ള വ്യക്തികളിലാണ് എന്നും കൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു. അപ്പം അങ്ങനെ ഭയം, ഈ മരിച്ച ആത്മാക്കൾ, റൂഹുകൾ, അതുമായി ബന്ധപ്പെട്ട് ഈ ഭയം, പേടി മനസ്സിൽ പ്രകൃതപരമായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഈ കരീനായ ശൈത്താൻ, ആ ആളുടെ ശൈത്താൻ അതേ രൂപത്തിൽ സ്വപ്നത്തിൽ വന്ന് ചിലപ്പോൾ ഭയപ്പെടുത്തി എന്നൊക്കെ വരും. അതിന് കൃത്യമായിട്ടുള്ള ഓതലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ മരണപ്പെട്ടു പോയ ആളുടെ ഇതിനു വേണ്ടി എന്നല്ല. ഇപ്പോൾ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാത്തത് കൊണ്ടാണ് അയാൾ വന്ന് സ്വപ്നത്തിൽ ഭയപ്പെടുത്തിയത് എന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ എന്നും അയാൾക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ഉറക്കം ശരിയാവുള്ളൂ. അങ്ങനെയില്ല. മരിച്ചവർക്ക് ഫാത്തിഹ ഓതുന്നതും ഓതാത്തതും അത് നമ്മുടെ ഇഷ്ടമാണ്. ഫാത്തിഹ ഓതിയാൽ മരിച്ചയാൾക്ക് കൂലി കിട്ടും, നമുക്കും കൂലി കിട്ടും. ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അത് ഓതിയില്ല, അത്ര തന്നെ. ഓതാത്തത് കൊണ്ട് അത് മുഖേന നമുക്ക് ഷർറ് വരും എന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ഓതുന്നത് നല്ലത് തന്നെയാണ്. അപ്പം നമ്മൾ ഓതേണ്ടത്, അങ്ങനെ മരണപ്പെട്ട ആളുടെ കരീനായ ശൈത്താൻ വന്ന് നമ്മളെ സ്വപ്നത്തിൽ ഭയപ്പെടുത്തുന്നു എന്ന് സ്ഥിരമായിട്ട് നമുക്ക് തോന്നിയാൽ നമ്മൾ ഓതേണ്ടത് ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയല്ല ഓതേണ്ടത്, നമുക്ക് വേണ്ടി ഓതി, നമുക്ക് വേണ്ടി പിശാചിൽ നിന്നും ഷർറിനെ തൊടണം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതി നെഞ്ചിലേക്ക് ഊതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഉറങ്ങുക. കുറച്ച് മാറ്റമുണ്ടാവും. വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടുക. അങ്ങനെ കുറേ ദിവസം ഓതിക്കഴിയുമ്പോൾ അത് സ്വമേധയാ അങ്ങ് മാറിപ്പോകുന്നതാണ്. അതൊരു സ്ഥായിയായി നിലനിൽക്കുന്നതോ നീണ്ടു നിൽക്കുന്നതോ ആയ ഉപദ്രവങ്ങൾ ഒന്നും അല്ല. അപ്പോൾ ഭയപ്പാട് ഉണ്ടെങ്കിൽ അവരിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, അതേ ആ വ്യക്തിയെക്കുറിച്ച്
അയാളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ഉപബോധ മനസ്സിൽ അത്തരം സ്വപ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു മരണപ്പെട്ടു പോയവരെ നമ്മൾ ഓർക്കുക, ഫാത്തിഹ ഓതുക, അതോടുകൂടി അതങ്ങ് കഴിയുക, അതോടുകൂടി ആ ചിന്ത അങ്ങ് ഉപേക്ഷിക്കുക എന്നല്ലാതെ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വപ്നത്തിലൊക്കെ ഉപബോധ മനസ്സിനെ കീഴ്പ്പെടുത്തിയത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെയാണ് അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാമോ? എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മളെന്തിനാണ് ഈ മരണപ്പെട്ടു പോയവരുടെ വസ്ത്രങ്ങളും അവരുപയോഗിച്ച സാധനങ്ങളുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്? അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഖരീനായ ശൈത്താൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല വ്യക്തികളുടെ, പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരുടെ പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ബർക്കത്തിന് വേണ്ടിയാണ്, തബറുക്കിന് വേണ്ടിയാണ്. അത് സൂക്ഷിച്ചു വെക്കൽ നല്ലതുമാണ്, ബർക്കത്തുമാണ്, അത് മുഖേന പ്രതിഫലം ലഭിക്കുന്നതുമാണ്. പക്ഷേ സാധാരണക്കാരായ അവാമുന്നാസായ ജനങ്ങളുടേത് സൂക്ഷിച്ചു വെക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി വെച്ചു എന്നതുകൊണ്ടിട്ട് ഹറാമോ കുറ്റകരമോ ഒന്നും അല്ല. പക്ഷേ എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വെക്കുന്ന വ്യക്തി മനസ്സിന് നല്ല കാഠിന്യവും നല്ല ഹിമ്മത്തും ഉള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മുതിരാവൂ. സൂക്ഷിച്ചു വെക്കാതിരിക്കലാണ് നല്ലത്. ഒരു പക്ഷേ സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിന് നല്ല ഹൃദയ സാന്നിധ്യവും ഉറപ്പുമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ. എന്തുകൊണ്ട്? അവരുടെ ആ ഒരു വസ്തുവകകൾ ഇരിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ആ ഖരീനായ ശൈത്താൻ കുറച്ച് നാളിങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അതിനെ ആ ഒരു രൂപം കാണുകയോ അയാൾ അതിനെ നടന്നു പോകുന്നതായിട്ട് കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പേടി വരാൻ പാടില്ല, ഭയപ്പാടുണ്ടാവാൻ പാടില്ല. മനസ്സിന് നല്ല ഉറപ്പും നല്ല ഹൃദയ സാന്നിധ്യവും ഉള്ളവരാണെങ്കിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. അത്രയേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ റുഹാനി എന്ന് പറയുന്നത് തന്നെ ഈ ഖരീനായ ശൈത്താനാണ്. അപ്പോൾ ശൈത്താനിൻ്റെ ഷർറിൽ നിന്നുമാണ് നമ്മൾ കാവൽ തേടേണ്ടത്. അത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്.